നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മിഡ് ക്യാപ് ഓഹരികളിൽ മുന്നറിയിപ്പുമായി ജെഫറീസ്. ഓഹരികളുടെ മൂല്യം വിപണി പ്രതീക്ഷകളെ മറികടന്നതായി റിപ്പോർട്ട്. ഒന്നാം പാദത്തിൽ കൺസ്യൂമർ ഡ്യൂറബിൾ കമ്പനികളുടെ വളർച്ച മിതമായിരിക്കുമെന്ന് ഗോൾഡ്മാൻ സാക്സ്. ഡിമാൻഡിലെ കുറവ് വെല്ലുവിളി. ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $90 ആവുമെന്ന് പ്രവചനം. ചരക്ക് നീക്കം ദീർഘകാലത്തേക്ക് തടസ്സപ്പെടില്ലെന്നും സാമ്പത്തിക വിദഗ്ധർ. ഹരിതോർജ്ജത്തിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനത്തെ പ്രശംസിച്ച് ലോക സാമ്പത്തിക ഫോറം. ലോകത്തിന്റെ ശുദ്ധവും സുസ്ഥിരവുമായ ഊർജ്ജത്തിലേക്കുള്ള മാറ്റത്തിൽ രാജ്യത്തിന്റെ സ്ഥാനം നിർണായകം. HDFCയുടെ ഉപകമ്പനിയായ HDB ഫിനാൻഷ്യൽ സർവീസസിന്റെ ഓഹരികൾ സ്വന്തമാക്കാൻ LICയും. നീക്കം IPOയിലൂടെ ഓഹരികൾ സ്വന്തമാക്കൽ. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ. വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 1046.30 പോയിന്റ് അഥവാ 1.29% ഉയർന്ന് 82,408.17 നിഫ്റ്റി 319.15 പോയിന്റ് അഥവാ 1.29% ഉയർന്ന് 25,112.40 ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഓഹരികളിൽ ഭാരതി എയർടെൽ, നെസ്ലെ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, പവർ ഗ്രിഡ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, NTPC, എറ്റേണൽ, HDFC ബാങ്ക് എന്നിവയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. അതേസമയം ആക്സിസ് ബാങ്ക്, മാരുതി എന്നിവ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെക്ടർ സൂചികകളിൽ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടത്തിൽ അവസാനിച്ചു. നിഫ്റ്റി റിയൽറ്റി സൂചികയാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. സൂചിക 2.11% ഉയർന്നു. നിഫ്റ്റി ഓട്ടോ, മെറ്റൽ, PSU ബാങ്ക്, പവർ, ടെലികോം, ക്യാപിറ്റൽ ഗുഡ്സ് എന്നിവ 1 മുതൽ 2% ഉയർന്നു. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 1.5% ഉയർന്നു. മിഡ് ക്യാപ് ഓഹരികളിൽ മുന്നറിയിപ്പുമായി ജെഫറീസ്. വിപണി റാലിയിൽ ഓഹരികളുടെ മൂല്യം വിപണി പ്രതീക്ഷകളെ മറികടന്നതായി റിപ്പോർട്ട്. മിഡ് ക്യാപ് കമ്പനികളുടെ വരുമാനമായി താരതമ്യം ചെയ്യുമ്പോൾ ഓഹരികളുടെ വില ഉയർന്നു നിൽക്കുന്നുവെന്നാണ് ജെഫറീസിന്റെ റിപ്പോർട്ട്. അതായത് ഇത് വിപണിയുടെ ചാഞ്ചാട്ടത്തിനോ തിരുത്തലിനോ ഇടയാക്കും. വിപണിയുടെ സമീപകാല റാലികൾ ഉയർന്ന മൂല്യനിർണ്ണയം നിക്ഷേപൊഴുക്കിനെ ബാധിച്ചേക്കാം. കഴിഞ്ഞ ഏപ്രിൽ 7 സമീപകാലത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ നിന്ന് 14.1% മുന്നേറ്റമാണ് മിഡ് ക്യാപ് വിഭാഗം കാഴ്ചവെച്ചത്. നിഫ്റ്റി മിഡ് ക്യാപ് 100 സൂചിക 23.7% ഉയർന്നു. പല കോർപ്പറേറ്റുകളും ബുള്ളിഷ് ട്രെൻഡ് മുതലെടുക്കാൻ വിപണിയിൽ ഓഹരികൾ കൂടുതലായി വിറ്റഴിക്കുന്നുണ്ട്. തിരുത്തലുണ്ടായാൽ പിന്നീട് വിപണിയിലേക്ക് നിക്ഷേപം എത്താൻ കാലതാമസമുണ്ടാക്കും. മെയ് മാസത്തിൽ കമ്പനികൾ ഏകദേശം $7.2 ബില്യൺ ജൂണിൽ ഇതുവരെ $6 ബില്യൺ സമാഹരിച്ചതോടെ ഓഹരി വിതരണം കുത്തനെ വർദ്ധിച്ചുവെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒന്നാം പാദത്തിൽ കൺസ്യൂമർ ഡ്യൂറബിൾ കമ്പനികളുടെ വളർച്ച മിതമായിരിക്കുമെന്ന് ഗോൾഡ്മാൻ സാക്സ്. ഡിമാൻഡിലെ കുറവ് വെല്ലുവിളിയെന്നും റിപ്പോർട്ട്. റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചത്, പണപ്പെരുപ്പത്തിലെ കുറവ്, നികുതി ഇളവുകൾ എന്നിവയെല്ലാം ഉപഭോക്തൃ ഡിമാൻഡ് ഉയർത്തുന്ന ഘടകങ്ങളാണ്. എന്നാൽ ഇവയുടെ പ്രതിഫലനം രണ്ടാം പാദത്തിലായിരിക്കും പ്രതിഫലിക്കുകയെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പ്രവർത്തന ചെലവിലെ ഉയർച്ചയാണ് നിലവിൽ വെല്ലുവിളി ഉയർത്തുന്ന രണ്ടാമത്തെ ഘടകം. ഇക്കാരണത്താൽ കമ്പനികൾ ആദ്യപാദത്തിൽ ലാഭത്തിൽ സമ്മർദ്ദം നേരിടും. അതായത് കമ്പനികളുടെ സ്ഥിര ചെലവുകൾ ഉയർന്ന നിലയിൽ തുടരും. അസംസ്കൃത വസ്തുക്കളുടെ വിലയുടെ കാര്യത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ ചെമ്പ്, അലൂമിനിയം എന്നിവയിൽ പ്രതിമാസ വർധന ഉണ്ടായിട്ടുണ്ട്. ഇത് കമ്പനികളെ റീസ്റ്റോക്കിംഗിലേക്ക് നയിച്ചേക്കാം. എന്നിരുന്നാലും ചെമ്പ് വിലകൾ ഘട്ടംഘട്ടമായി കുറയുന്നതിനാൽ മൊത്തത്തിലുള്ള വരുമാന വളർച്ച ആവശ്യകതയെ ആശ്രയിച്ചിരിക്കുമെന്നുമാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $90 ആവുമെന്ന് പ്രവചനം. എന്നാൽ ചരക്ക് നീക്കം ദീർഘകാലത്തേക്ക് തടസ്സപ്പെടില്ലെന്നും സാമ്പത്തിക വിദഗ്ധർ. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് പിന്നാലെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന ഭീഷണി മുഴക്കിയിരുന്നു. ഇത്തരത്തിലൊരു നീക്കമുണ്ടായാൽ നിലവിൽ $70-80 വ്യാപാരം നടക്കുന്ന ബ്രന്റ് ക്രൂഡ് വില കുതിക്കുമെന്നാണ് സിറ്റി ഗ്രൂപ്പിലെ സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കിയത്. ആന്റണി യുവൻ, എറിക് ലീ എന്നിവരുൾപ്പെടെയുള്ള വിദഗ്ധർ പറഞ്ഞത് അത്തരമൊരു സാഹചര്യം വലിയ ആഘാതം ലോകവിപണിയിൽ സൃഷ്ടിക്കുമെന്നാണ്. ആഗോളതലത്തിൽ ഹ്രസ്വകാലത്തേക്കുള്ളതായ വിലക്കയറ്റത്തിന് ഇത് കാരണമാകും. വ്യാപാരപാത തടസ്സപ്പെട്ടാൽ പ്രതിദിനം 3 ദശലക്ഷം ബാരൽ എണ്ണ വിതരണമാണ് നിലയ്ക്കുകയെന്നും അവർ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ വിപണിക്ക് അടിയന്തര പ്രതിസന്ധി ഇല്ലെങ്കിലും
അനിശ്ചിതത്വങ്ങളുടെ കാർമേഘങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന സൂചനയാണ് സിറ്റി ഗ്രൂപ്പ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹരിതോർജ്ജത്തിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനത്തെ പ്രശംസിച്ച് ലോക സാമ്പത്തിക ഫോറം. ലോകത്തിന്റെ ശുദ്ധവും സുസ്ഥിരവുമായ ഊർജ്ജത്തിലേക്കുള്ള മാറ്റത്തിൽ രാജ്യത്തിന്റെ സ്ഥാനം നിർണായകമെന്നും പരാമർശം. അമേരിക്ക, ചൈന, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ഇന്ത്യ എന്നീ 5 വലിയ സമ്പദ് വ്യവസ്ഥകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഇന്ത്യയും ചൈനയുമാണ്. പുനരുപയോഗിക്കാവുന്നതും ശുദ്ധ ഊർജ്ജ സാങ്കേതിക വിദ്യകളിലുമുള്ള പരിവർത്തനം എടുത്തു പറയേണ്ടതാണ്. ഊർജ്ജം കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിലും മീഥേൻ പുറന്തള്ളൽ കുറയ്ക്കുന്നതിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചു. 2025-ൽ 118 രാജ്യങ്ങളിൽ 77 എണ്ണം അവരുടെ ഊർജ്ജ പരിവർത്തന സ്കോറുകൾ മെച്ചപ്പെടുത്തിയപ്പോൾ എല്ലാ പ്രധാന മേഖലകളിലും 28% രാജ്യങ്ങൾക്ക് മാത്രമാണ് സന്തുലിത പുരോഗതി കൈവരിക്കാൻ സാധിച്ചത്. ഒന്നിലധികം മേഖലകളിൽ പുരോഗതി കൈവരിക്കുന്ന ചുരുക്കം എമർജിംഗ് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ വേറിട്ട് നിൽക്കുന്നു. ഇന്ത്യ കൂടുതൽ ആളുകൾക്ക് വൈദ്യുതിയും ശുദ്ധമായ ഇന്ധനങ്ങളും ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചു. മെച്ചപ്പെട്ട ഊർജ്ജ നിയമങ്ങൾക്കൊപ്പം സൗരോർജ്ജം, കാറ്റ്, മറ്റു പുനരുപയോഗിക്കാവുന്ന സ്രോതസ്സുകൾ എന്നിവയിൽ നിക്ഷേപം വർദ്ധിപ്പിച്ചെന്നും ലോക സാമ്പത്തിക ഫോറത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയുടെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ പദ്ധതിക്കും പ്രശംസ ലഭിച്ചു. ഗുജറാത്തിലെ കെമിക്കൽ വ്യവസായം, തമിഴ്നാട്ടിലെ പുനരുപയോഗ ഊർജ്ജ മേഖല, ഒഡീഷയിലെ സ്റ്റീൽ പ്ലാന്റുകൾ എന്നിവയെല്ലാം ഈ ദൗത്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. HDFCയുടെ ഉപകമ്പനിയായ HDB ഫിനാൻഷ്യൽ സർവീസസിന്റെ ഓഹരികൾ സ്വന്തമാക്കാൻ LICയും IPOയുടെ ഓഹരികൾ സ്വന്തമാക്കാനാണ് നീക്കം. സാധാരണ പ്രാരംഭ ഓഹരി വിൽപ്പനയുടെ 30% ഓഹരികൾ യോഗ്യരായ സ്ഥാപക നിക്ഷേപകർക്കായി നീക്കിവെക്കാറുണ്ട്. ഇത്തരത്തിൽ നീക്കിവെച്ചിരിക്കുന്ന ഓഹരികളാണ് LIC സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. പ്രാരംഭ ചർച്ചകൾ HDBയുമായി LIC നടത്തിയെന്നാണ് വിവരം. സ്വകാര്യ മേഖലയിലെ കമ്പനിയുടെ ഓഹരികൾ IPOയിലൂടെ സ്വന്തമാക്കാനുള്ള LICയുടെ ചരിത്രത്തിലെ അപൂർവതയാണത്. HDB ഫിനാൻഷ്യൽ സർവീസസിന്റെ IPO ജൂൺ 25 മുതൽ 27 വരെയുള്ള തീയതികളിലായിരിക്കും വിപണിയിലെത്തുക. 12,500 കോടി രൂപയുടെ IPO സമാഹരണമാണ് ഉദ്ദേശിക്കുന്നത്. 2,500 കോടി രൂപയുടെ പുതിയ ഓഹരി വിൽപ്പനയും HDFC ബാങ്കിന്റെ കൈവശമുള്ള 10,000 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരിക്കും IPO. IPOയുടെ പ്രൈസ് ബാൻഡ് ഒരു ഷെയറിന് 700-നും 740-നും ഇടയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇടപാട് HDFC ബാങ്കിന് ഏകദേശം 9,373 കോടി രൂപ ലാഭം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 440 രൂപയും ഗ്രാമിന് 55 രൂപയുമാണ് കുറഞ്ഞത്. പവന് 73,680 രൂപയും ഗ്രാമിന് 9,210 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്. 18 കാരറ്റ് സ്വർണത്തിനും വിലയിടിഞ്ഞു. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 7,555 രൂപയ്ക്കാണ് ഇന്ന് വ്യാപാരം. എന്നാൽ വെള്ളി വില മാറ്റമില്ലാതെ തുടരുകയാണ്. ഗ്രാമിന് 118 രൂപ നിരക്കാണ് ഇന്ന് വിൽപ്പന നടന്നത്. ടെലിമാനസ് വ്യാപകമാക്കാനൊരുങ്ങി ആരോഗ്യ മന്ത്രാലയം. വിമാനാപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ വിളിക്കാം. കേന്ദ്ര മാനസികാരോഗ്യ പദ്ധതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സമഗ്ര മാനസികാരോഗ്യ സേവനമാണ് ടെലിമാനസ്. അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ വിമാനാപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവരും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കളും പ്രദേശവാസികളുമൊന്നും അതിന്റെ ആഘാതത്തിൽ നിന്ന് ഇനിയും മോചിതരായിട്ടില്ല. അപകടത്തിന്റെ മാനസികാഘാതം അനുഭവിക്കുന്നവർക്ക് ഓൺലൈൻ സഹായ സംവിധാനമായി ടെലിമാനസിന്റെ സേവനം പ്രയോജനപ്പെടുത്താൻ അവസരമൊരുക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ദുരന്തം നേരിട്ടോ അല്ലാതെയോ ബാധിച്ചവർക്ക് ടെലിമാനസിന്റെ 14416 എന്ന ഓൺലൈൻ ഹെൽപ്പ് ലൈൻ നമ്പറിലൂടെ സഹായം തേടാമെന്ന് വ്യക്തമാക്കി ആരോഗ്യ മന്ത്രാലയം പ്രചാരണവും ആരംഭിച്ചിട്ടുണ്ട്. വിമാനാപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും രക്ഷാപ്രവർത്തനത്തിൽ ഭാഗമായവർക്കും സഹായവും പിന്തുണയും നൽകുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. കേന്ദ്ര ടെലിമാനസികാരോഗ്യ പദ്ധതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സമഗ്ര മാനസികാരോഗ്യ സേവനമാണ് ടെലിമാനസ്. ഇതിന്റെ ഭാഗമായുള്ള സൗജന്യമായ നമ്പറിൽ വിളിക്കുന്നതിലൂടെ പരിശീലനം ലഭിച്ച കൗൺസിലർമാരുടെയും മാനസികാരോഗ്യ വിദഗ്ധരുടെയും സഹായം ലഭിക്കും. മുൻകാലത്തെ അപേക്ഷിച്ച് ടെലിമാനസിലേക്ക് വിളിക്കുന്നവരിൽ 5% വർധനവ് ഇതിനോടകം ഉണ്ടായിട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. നിലവിൽ ഗുജറാത്തി, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ സേവനം ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി KCBയുടെ ഓൺലൈൻ കൺസ്യൂമർ പോർട്ടലായ വെബ് സെൽഫ് സർവീസ്, കൺസ്യൂമർ മൊബൈൽ ആപ്പ്, ടോൾ ഫ്രീ നമ്പർ, ഓട്ടോമാറ്റിക് പരാതി രജിസ്ട്രേഷൻ നമ്പർ എന്നിവ 21/6/2025 രാത്രി 11 മണി മുതൽ 22/6/2025 പുലർച്ചെ 2 മണി വരെ ലഭ്യമാവുകയില്ലെന്ന് KCB അറിയിച്ചു. ഈ സമയത്ത് സെക്ഷൻ ഓഫീസുകൾ മുഖേന മാത്രമേ പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂവെന്നും KCB അറിയിച്ചു.
സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 2000 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ജൂൺ 24-ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ-കുബേർ സംവിധാനം വഴി നടക്കും. കഴിഞ്ഞ മാസം 1000 കോടി രൂപ കടമെടുത്തിരുന്നു. ക്ഷേമ പെൻഷൻ, കുടിശ്ശിക വിതരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായിരുന്നു കടമെടുപ്പ്. സമാനമായ രീതിയിലാണ് ഇപ്പോൾ 2000 കോടി രൂപ കൂടി കടമെടുത്തിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. മിഡ് ക്യാപ് ഓഹരികളിൽ മുന്നറിയിപ്പുമായി ജെഫറീസ്. വിപണി റാലിയിൽ ഓഹരികളുടെ മൂല്യം വിപണി പ്രതീക്ഷകളെ മറികടന്നതായി റിപ്പോർട്ട്. ഒന്നാം പാദത്തിൽ കൺസ്യൂമർ ഡ്യൂറബിൾ കമ്പനികളുടെ വളർച്ച മിതമായിരിക്കുമെന്ന് ഗോൾഡ്മാൻ സാക്സ്. ഡിമാൻഡിലെ കുറവ് വെല്ലുവിളി. ഹോർമൂസ് കടലിടുക്ക് അടച്ചാൽ ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $90 ആവുമെന്ന് പ്രവചനം. ചരക്ക് നീക്കം ദീർഘകാലത്തേക്ക് തടസ്സപ്പെടില്ലെന്നും സാമ്പത്തിക വിദഗ്ധർ. ഹരിതോർജ്ജത്തിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനത്തെ പ്രശംസിച്ച് ലോക സാമ്പത്തിക ഫോറം. ലോകത്തിന്റെ ശുദ്ധവും സുസ്ഥിരവുമായ ഊർജ്ജത്തിലേക്കുള്ള മാറ്റത്തിൽ രാജ്യത്തിന്റെ സ്ഥാനം നിർണായകം. HDFCയുടെ ഉപകമ്പനിയായ HDB ഫിനാൻഷ്യൽ സർവീസസിന്റെ ഓഹരികൾ സ്വന്തമാക്കാൻ LICയും. നീക്കം IPOയിലൂടെ ഓഹരികൾ സ്വന്തമാക്കൽ. ഇതോടെ ഈവനിംഗ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.